നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായ 150 മീറ്ററോളം നീളത്തിൽ പല ബ്രാഞ്ചുകളും 3 എൻട്രികളുമുള്ള ഈ മഹാഗുഹയാണ്. ഈ കാണുന്ന ഒരു മഹാ അത്ഭുതം. ഇത് ശരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര കാലങ്ങളെടുത്ത് നിർമ്മിച്ചെടുത്ത തോമസ് ഏട്ടനാണ് കേട്ടോ ഇത്. തോമസ് ഏട്ടാ പറയും, എത്ര വയസ്സായി ഇപ്പം? ഇപ്പൊ 72 വയസ്സായി. ആ സമയത്ത് കൊറോണ സമയത്ത് എന്താ ചെയ്യാനുണ്ടായിരുന്ന ഒരു കാരണം എന്താ? ഇങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് രണ്ടു മൂന്ന് രാജ്യത്ത് പോയി. അങ്ങനെ പോയി ഒരു തായ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ബോട്ട് യാത്ര നടക്കുമ്പോൾ കടലിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അങ്ങനെ 25 മീറ്റർ ആദ്യം ഫ്രണ്ടിൽ എടുത്തേക്കുന്നു. അതാ ഒരു പ്രേരണയായിട്ട് തോന്നിയത്. പിന്നെ കൊറോണക്കാലത്ത് വേറെ പണിയൊന്നുമില്ല. അന്നേരം പിന്നെ തുടങ്ങി. പിന്നെ ആൾക്കാരുടെ പ്രോത്സാഹനവും സാമ്പത്തികമായിട്ടൊന്നും ഇല്ലേലും ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് അവസാനം 25 മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ബ്ലോക്കായി. അത് കഴിഞ്ഞാൽ ആൻറ്റിയോപ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 1 മാസം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം തുടങ്ങി 25 കഴിഞ്ഞ് പിന്നെ 90 മീറ്ററോളും ഈ 16 ഗുളിക കഴിച്ചിട്ടായി 90 മീറ്ററോളം എടുത്തത്. അതും 10 മണിക്കൂർ, ആദ്യം 6 മണിക്കൂർ എടുത്തു. പിന്നെ അത് 1 മാസം കൊണ്ട് 10-15 മണിക്കൂർ എടുത്തു. അങ്ങനെ ഇപ്പൊ തുടർന്നു പോകും. ഇതിനിപ്പോ എന്തൊക്കെ ആയുധങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്? ഇതിന് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പിക്കാസ് മാത്രം, പിന്നെ മമ്മട്ടി ഇത് കോരാൻ, പിന്നെ ഒരു അർബാനും തള്ളിക്കൊണ്ടുവന്ന അർബാനും, ഇത്ര സാധനമാണ് മെയിനായിട്ട് പിക്കാസ്. എത്ര പിക്കാസ് കൊണ്ടാണ് ഇത് മുഴുവൻ ചെത്തി പിടിക്കുക, എല്ലാം പിക്കാസ്. ഇത്ര ഫിനിഷിംഗില് അതുകൊണ്ടായി ഇത്രയും പൈസ ആയത്. ഏകദേശം എത്ര രൂപ നമുക്ക് ഇതിലൊരു മുടക്ക് വന്നിട്ടുണ്ടാവും? മുടക്ക് വന്നെന്ന് പറഞ്ഞാൽ പിക്കാസ് കാച്ചാൻ മാത്രം ഒരു 2 ലക്ഷത്തിന്റെ മേലെ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ മെയിൻ്റെനൻസ്, എയർബാൻഡ് എല്ലാം കൂടെ ഒരു 2.5 ലക്ഷത്തിന്റെ മൊത്തം 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടുണ്ട്. ബാക്കി മുഴുവൻ പണിയുടെ കൂട്ടുവാണെങ്കിൽ കോടികൾ. അതെ അതെ, അത്രയും പൈസ. ഏകദേശം എത്ര പിക്കാസ് നമുക്ക് ഇങ്ങോട്ട് വേണ്ടി വന്നിട്ടുണ്ട്? ഏകദേശം ഒരു പിക്കാസ് അധികം വേണ്ടി വന്നിട്ടില്ല. ഏകദേശം ഒരു 10 എണ്ണത്തിന്റെ അടുത്തേ ആയിട്ടുണ്ട്. 10 പിക്കാസ്. അത് കാച്ചുന്നതിനനുസരിച്ച് കാച്ചുന്നതിന് ഒരെണ്ണത്തിന് തന്നെ ഒരു ആഴ്ച കാച്ചണം. 5 എണ്ണം ആദ്യമൊക്കെ 6 എണ്ണം കൊണ്ടുപോകായിരുന്നു. അന്നേരം ഒരു 1000 രൂപ. പിന്നെ അത് 200 ആയി. ഇപ്പൊ 250 രൂപ വേണം ഒരു പിക്കാസ് കാച്ചുന്നതിന്. അതുകൊണ്ട് 4 എണ്ണേ കൊണ്ടുപോകും. 4 എണ്ണം കൊണ്ടുപോയാൽ പിന്നെ ഇതിന്റെ ചെലവ് എല്ലാം കൂടെ നല്ല പൈസയാവും ആഴ്ചയിൽ. അതായത് 5 കൊല്ലം കൊണ്ട് 2 ലക്ഷത്തിന്റെ വരെ ആയി. വേറെ ആരും സഹായം? ഒരു കൊട്ടം മണ്ണ് വരെ ഇല്ല. ഈ പറമ്പിക്കൊണ്ട് നിരത്തുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. മൊത്തം ഇതിന്റെ പണി. ഒരു കൊട്ടം മണ്ണ് വരെ പരസഹായം ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക്. ഈ പണി എടുത്തെന്ന് പറഞ്ഞാൽ ഈ കൊല്ലന്റെ സഹായം മാത്രം, ഈ കാച്ചുകൂലി മാത്രം. ബാക്കി മൊത്തം ഞാൻ ഒറ്റയ്ക്കാണ്. 72 വയസ്സുകാരൻ തോമസ് ചേട്ടൻ